ഗോഡിന്റെ ഈ എപ്പിസോഡിൽ വീട് പണി നടത്തുന്ന മേസ്തിരിയുടെയും കയ്യാളായി വേഷമിടുന്ന നോർത്ത് ഇന്ത്യൻ പണിക്കാരിയുടെയും കഥയാണ് പറയുന്നത്. ആരുമില്ലാത്ത നേരത്ത് മേസ്തിരി അന്യ സംസ്ഥാനക്കാരിയുടെ കയ്യിൽ പിടിക്കുന്നതും അത് വിവാദമാകുന്നതുമാണ് രംഗം. വൈഫ് വരും. വൈഫ് എവിടെ വരും? ഇവിടെ വരും. ആഹാരം കൊണ്ടുവരും, ഫുഡ് കൊണ്ടുവരും. ഇപ്പൊ വരും. ശരി, പിന്നെ വരട്ടെ. മറ്റൊരാവശ്യത്തിന് പണിസ്ഥലത്തെത്തുന്ന ഭാര്യ ഭർത്താവിന്റെ ഈ സ്വഭാവം അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും? കാണാം ഇന്നത്തെ ത്രില്ലിംഗ് പ്രാങ്ക് കഥ. അനീര എന്തോന്ന് അതവിടെ വെച്ചു, അവിടെ ഒരു കാര്യം പറയട്ടെ. ഭയങ്കര മതി, അതവിടെ ഞാൻ എടുത്ത് വെച്ചോളാം. ഇങ്ങോട്ട് അവിടെ എനിക്ക് ഞാൻ വെച്ചോളാം. നിങ്ങൾ കയറി. ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഇവിടെ ചെറിയൊരു പ്രശ്നം. ഇതിപ്പം ഡേയ് അനി ഞാൻ പറഞ്ഞേക്കാളും നല്ലത് എനിക്ക് തന്നെ എനിക്കൊരു സൗകര്യം ഉള്ളതാണ്. അപ്പം എനിക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ എന്നെ അങ്ങ് നല്ലോട്ട് പറഞ്ഞ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചു. നീ സംസാരിച്ചു ഒരു അവരെ പിടിച്ചെന്ന് കയ്യിൽ ഞാൻ പിടിച്ചത്. दीदी उसने ऐसे पकड़ा मेरे को, पिरिच भैया പൈസ ഉണ്ടോ? പൈസ സൗരി, ഈ പെൺകുട്ടി എവിടെ സ്ഥലം? എവിടെ? ഗബ്രൂഗഡ്. റബ്ബറോട്ടാ പോണാ? ഗബ്രൂഗഡ്. അവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാ. ഇവരുടെ കയ്യാളായിട്ട് ജോലിക്ക് വന്നത്. ഞാൻ അപ്പുറത്ത് വാഴത്തോട്ട് എടുത്തപ്പോ ഞാനാ. ഇപ്പൊ ഈ കാറ്റ് തുടങ്ങിയോണ്ട് ഞാൻ നോക്കാൻ വന്നു. ഇപ്പൊ ഈ പെൺകുട്ടി വിളിച്ചോണ്ട് വെളിയിലോട്ട് ഓടിയപ്പോൾ ഞാൻ കയറി വന്നതാണ്. പിന്നെ ഇയാള് അനിൽകുമാർ അവരുടെ പേരുണ്ട്. ഇയാൾ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇയാള് കൊച്ചിന്റെ കൈക്ക് അത് പിടിച്ചു. ഇപ്പൊ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയിപ്പം റോഡ് സൈഡിൽ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാവരും ഇവിടെ വന്ന പ്രശ്നം ഒരാൾക്ക് ഈ അന്യ സംസ്ഥാനത്തുള്ള കുട്ടികളെ പിടിച്ചറിയാലോ. ഇത് ഇവിടെ പണിക്കാറുണ്ടായിരുന്നു. 2 പണിക്കാർ ജോലിക്കുള്ള ചേട്ടനും കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞു. ആ ചേട്ടൻ ഉണ്ട്. അവര് കാപ്പി കുടിക്കാൻ പോയിക്കാ. ഈ അവൻ നിൽക്കുന്ന പൊട്ടനാ. അവനൊന്നും കേട്ടൂടാ. അവര് വരും. പിന്നെ വരാൻ പറഞ്ഞാ കൈ പിടിച്ചു വരാൻ പറഞ്ഞാ. പിന്നെ ഒരു പെൺകുട്ടി അങ്ങനെ പറയണം. നിന്റെ വൈഫ് അങ്ങനെ പറയണോ? ഒരു കള്ളത്തിന് പറയണോ? പറയോ? പൈസ നീ കൊടു. പ്രശ്നം ഉണ്ടാക്കിയ കുഴപ്പമാണ്. അവര് പോലീസ് കേസൊക്കെ അവര് പിടിച്ചെന്ന് പറയല്ലേ. അങ്ങനെ പറഞ്ഞു പറ്റൂല. കേസായാലും കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞു. ഒരു പ്രാവശ്യം പിടിച്ച് കയ്യില് ഒരു പ്രാവശ്യം വെറുതെ പിടിച്ചത്. നീ ഈ പൈസ ഒന്ന് ക്ലിയർ ചെയ്യും. എന്തോന്നു ഇവിടെ പ്രശ്നം? എന്തോന്നു? ഞാൻ പുറത്ത് വിളയിൽ നിന്നതാ. ഒരു ചെറിയൊരു സൈക്കിൾ ഒരു ആട്ടോട്ട് പയ്യന്മാർ ആഹാരം കഴിക്കാൻ പറഞ്ഞു പോകാണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. ഇവനാണെന്ന് തോന്നുന്നു. വിളിച്ചു പറഞ്ഞു ആളാണ് കൺസെഷന്റെ എടുത്തേക്കുന്നത്. ഇതുവരെ മാഡം എന്തോ പറഞ്ഞില്ല. അങ്ങനെ ഇവര് കാപ്പി കുടിക്കാൻ എന്തോ സാധനം ഇവിടെ എന്താ പ്രശ്നമാണെന്നും പറഞ്ഞ് കോള് വന്നോണ്ടാണ് ഞാൻ വന്നത്. ഇതിപ്പോ ഞാൻ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വെളിയിറങ്ങി ഓടി. ഞാൻ അവിടുന്ന് വാഴത്തോട്ടത്തിൽ ഞാൻ അവിടുന്ന് കയറി വന്നതാ. വന്നപ്പോ ഇവൻ നിൽക്കുന്ന ആ കുട്ടിയെ കയറി പിടിച്ചോ കാര്യം പറഞ്ഞു. അപ്പൊ വൈഫ് വന്നപ്പോ വൈഫ് ഇടയ്ക്കൊക്കെ വർക്കിന് ജോലിക്ക് വരുന്നതല്ലേ? സൈറ്റിൽ പോയോ? അപ്പൊ എന്നിട്ട് ഇപ്പൊ എന്താണ് ചെയ്തത്? എന്താണ് നിങ്ങളാര്? ഭർത്താവ് ഇങ്ങനത്തെ ഒരു വേളത്തരം കാണിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണോ? അത് ചെയ്തത് ശരിയാണോ? അങ്ങനെ ചെയ്യത്തില്ലേ? ഈ കൊച്ചിന് ചുമ്മാ പറയേണ്ട കാര്യം എന്തോന്ന്? ഇപ്പൊ കാശ് കൊടുത്തെന്ന് അത് ഇവരെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുത്തത് കൊടുത്തില്ലല്ലോ. പറയടാ, ഞാൻ പോലീസിനെ വിളിക്കട്ടാ? പോലീസിനെ വിളിക്കണ്ട. നീ വാർന്നങ്ങോട്ട് സംസാരിക്കേ. നീ സംസാരിച്ച് ഇന്ന് തുറ കഴിഞ്ഞാൽ അവരോട് കേസ് കൊടുത്തുള്ള അവസ്ഥ അറിയാലേ എന്താണെന്നുള്ളത്. എന്താണ്? എനിക്ക് ഈ വീട്ടില് ജോലി പണി കഴിഞ്ഞിട്ട് കയറി താമസിക്കാനായിട്ടാണ് ഏൽപ്പിച്ചത്.
ഒരു അന്യ സംസ്ഥാനത്തിലെ സ്ത്രീയെ കയറി പിടിക്കുകയൊന്നും ചെയ്താൽ എന്താണ് അവസ്ഥ നിനക്കറിയാം? ജയിലടിക്കാൻ നീ പുറത്തൂരോടാ? പറ്റിപ്പോയി. ആ അങ്ങനെ സമ്മതിരേ കാര്യം അപ്പം മനസ്സിലല്ല. ഇപ്പൊ അവന്റെ വായന്ന് വീണാ പറ്റിപ്പോയെന്ന്. അവൻ അത് എങ്ങനെ പറ്റിയടാ? ഒരു പാവപ്പെട്ട കൊച്ചിനെ കണ്ടപ്പോൾ നിനക്ക് കയറി പിടിക്കാൻ എങ്ങനെ പറ്റിപ്പോയി? നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയല്ലേ പിടിക്കാനായിട്ട്? ജീവിക്കാലടാ കുട്ടികൾ വരണേ. നിന്നെ പോലെ ആഭാസരന്മാരുടെ എങ്ങനെയാ ജീവിക്കണേ പിള്ളേര്? എങ്ങനെ ജീവിക്കൂടാ? എങ്ങനെ വിശ്വാസം ജോലിക്കൂടാ? അച്ഛൻ അച്ഛൻ പിടിച്ച അവര് പറഞ്ഞു ഈ പൈസ ഒന്ന് കൊടുത്ത് ക്ലിയർ ചെയ്യാൻ. ഞാൻ ഇത് നീ ഒന്നുകിൽ നീ ഇത് പറഞ്ഞ് ക്ലിയർ ചെയ്യണം. നിന്റെ ഭാര്യയായിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്യണം. ഇതെന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ പോലീസിനെ ഇപ്പൊ വിളിക്കും. കരയണ്ട, ഇത് പൈസ കൊടുത്ത് നീ പറഞ്ഞ് ക്ലിയർ ചെയ്താണ്. ഇതിന് മുമ്പ് ഒരിക്കൽ സൈറ്റിൽ വെച്ച് ഇതുപോലെ ഞാൻ അവരെ ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ ഒന്നും ഒരു കുഴപ്പമൊന്നും പറഞ്ഞില്ല, ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അവർ. നീ സംസാരിച്ചാൽ മതി, നീ സംസാരിച്ച് ക്ലിയർ ചെയ്യും. ഞാൻ എന്താ സംസാരിക്കുക അവരുടെ? പൈസ കൊടുത്ത് പറ്റിപ്പോയി കേസാക്കണ്ടെന്ന് പറഞ്ഞാൽ മതി. കേസായ പത്രത്തിലൊക്കെ വരും. അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസാവട്ടല്ല. ഞാൻ ഇപ്പം ചുമ്മാ പറയാം. അപ്പം പറ്റിപ്പോടാ. അപ്പോട്ടെ കരയണ്ട, അപ്പോട്ടെ പറ്റിപ്പോയെന്നു. കേസായ കുഴപ്പമൊന്നും ഞാൻ എന്തൊരു പറയാ? കരയില്ല. നീ കരഞ്ഞാ എങ്ങനെ? ഇത് പറഞ്ഞ് ക്ലിയർ ചെയ്യ നീ. അച്ഛൻ ശരിക്കും ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഞാൻ അവരെ പിടിച്ചപ്പോൾ അവർ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ടല്ലേ നീ സംസാരിച്ച് ക്ലിയർ ചെയ്യും. കേസായ എന്ത് ചെയ്യും? ഈ വേലത്തരം കാണിച്ചിട്ട് നീ എന്തോ നടക്കണോട് ആക്കിക്കൊണ്ടിരിക്കുന്നത്? നീ ഇത്ര ഈ കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ വേലത്തരം കാണിച്ചിട്ട് അതിനെ അവിടെ ഇരുത്തിക്കൊണ്ട് എന്തോന്ന് രണ്ടെണ്ണം കൂടെ കൊണ്ടുകൂടെ ആക്കിക്കൊണ്ടിരിക്കുന്ന? ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കുന്ന? നിങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യാം. അവള് സമ്മതിക്കുന്നെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. കേസായിട്ട് തന്നെ പോവും. അല്ല ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടെന്നല്ലേ പറഞ്ഞു? ഹസ്ബൻഡ് വേറെ സൈറ്റ് ജോലിക്ക് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഒരു ഓട്ടോ കയറ്റി വന്നാണ്. നിനക്ക് എത്ര സ്ഥലത്താണ് സൈറ്റിൽ ജോലി നടക്കുന്നത്? എന്തിനാ ഈ കൊച്ചിന്റെ ഭർത്താവിനെ പറഞ്ഞു വിട്ട്? അതിവിടെ നിൽക്കുകയല്ലായിരുന്നു? എന്നിട്ട് ഹസ്ബൻഡ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ പറഞ്ഞു അല്ലേ? ആ അപ്പൊ ഇവൻ എത്ര വൃത്തിയുടെ ജനമ്പനാണ് നീ? തനിക്ക് വല്ലോ സംസാരിച്ച് ഇത് ക്ലിയർ അയാളുടെ അടുത്ത് സംസാരിച്ചത് എന്താന്ന് വെച്ചാൽ അച്ഛനെ അമ്മേനെയൊക്കെ വിളിച്ചാൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. എന്താന്ന് വെച്ചാൽ സംസാരിച്ച് ക്ലിയർ ചെയ്യും. ഇങ്ങനെ ഒരു വേലത്തരം കാണിച്ചിട്ട് ഭർത്താവിനെ തടവിക്കൊണ്ടിരിക്കുന്ന വല്ലോ ഞാൻ വിളിച്ച് പറയും കേട്ടാ. അല്ല വേണം പോയി ഒരു മാനുണ്ടാ ജീവിക്കാൻ വേണം. കൊച്ചു പിള്ളേരൊക്കെ ഇറങ്ങിയാണ്. എന്താ വൃത്തികെട്ട സ്വഭാവമാണ് നീ. നിന്നെ കൊല്ലണം നിന്നെ. ചേച്ചി ഹസ്ബൻഡ് प्रॉब्लम आएगा, हस्बैंड आएगा तो वരും. എന്ത് അച്ഛൻ പറഞ്ഞ് ക്ലിയർ ചെയ്താൽ മതി, നടക്കും. അച്ഛൻ പൈസ കൊടുത്താൽ മതി, ഒരു കേക്കും. ഞാൻ കൊടുക്കട്ടെ പൈസ? ഞാൻ കൊടുത്തോളാം അച്ഛൻ. ഞാൻ പൈസ കൊടുത്തൊന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ മതി. ഇത് കുഴപ്പമില്ല, പൈസ കൊടുത്താൽ മതി. ഒന്നും കുഴപ്പമില്ല, പൈസ കൊടുത്താൽ മതി. അഞ്ചെണ്ണം പറയും. ഞാൻ അഞ്ചെണ്ണം പിടിക്കുന്നു വേണ്ട. അഞ്ചെണ്ണം കാര്യം പറഞ്ഞാൽ മതി. नहीं चाहिए, नहीं चाहिए, नहीं चाहिए, नहीं चाहिए, नहीं चाहिए, पैसे नहीं चाहिए. അവർ പൈസ വാങ്ങി. എന്തോ പൈസ പൈസ കൊടുക്കാൻ ആർക്ക് പൈസ കൊടുക്കാൻ? ചേച്ചി ഈ കൊച്ചിനാ പൈസ തന്നാ? കാശ് തന്നാ? അത് കാശ് കൊടുത്തേ? കാശ് എന്തിനു കൊടുത്താ? അപ്പൊ അത് ചെയ്താ അപ്പോഴേ ഒരു പെൺകുട്ടിയുടെ കൈ കയറുമ്പോൾ കാശ് കൊടുത്താൽ തീരുവോ പ്രശ്നം? എന്തിനു കാശ് കൊടുത്തതിന്? എന്തിനു കാശ് കൊടുത്തതിന്? ആ കൊച്ചിന് എന്തിനു കാശ് കൊടുത്തത്? എന്തിനു കാശ് കൊടുത്തത്? ഞാൻ കാശ് ചോദിട്ടാ നിങ്ങൾ കൈ കയറി കൈ പിടിച്ചിട്ട് ഞാൻ കാശ് തന്നറിയാം. എന്റെ ഭാര്യയുടെ പോണത് ഞാൻ ചോദിക്കണം. സഹോദരി കാര്യം പറ. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ട് പറ. ഈ പെൺകുട്ടിയുടെ കൈ കയറി നിങ്ങൾ കാശ് നിങ്ങൾ എന്തിനാണ് പോവാണ് കാണിക്കുന്നത്? അവൻ പറഞ്ഞു ഈ മണ്ടത്തറ കണ്ടേ എവരെ ഞാൻ റെഡിയാക്കും. നമ്മളെ ഭർത്താവ് നിന്നെ പെട്ടിക്കാത്താക്കും. നിനക്കറിയാം നീ എന്തർത്ഥത്തിൽ ആ കൊച്ചിന് കാശ് കൊടുത്തത്? നീ ഒരു പെണ്ണ് തന്നെ എന്തർത്ഥത്തിൽ കാശ് കൊടുത്തത്? നിന്നെ ആരെങ്കിലും കയറി പിടിച്ചാലും നീ ഇതെനക്ക് കാശ് മേടിച്ചോണ്ടിഞ്ഞ് പോരുമോ? എടാ നീ ഇതെനക്ക് കാശ് മേടിച്ചോണ്ടിഞ്ഞ് പോരുമോ? ചേട്ടൻ പറഞ്ഞാ അങ്ങ് ചെയ്യോ? हस्बैंड आएगा प्रॉब्लम हो जाए. ഇത് തീക്കട്ടെ ആദ്യം. കൊച്ചിന്റെ ഹസ്ബൻഡ് റെഡിയാക്കും. ഞാൻ എന്താ ചെയ്യണ്ടേ?
നീ കാശ് കൊടുക്കണ്ടായിരുന്നാണ് ചോദിച്ചത്. ആര് പറഞ്ഞത് കാശ് കൊടുക്കേ? നീയാണോ കാശ് കൊടുക്കാൻ പറഞ്ഞേ? നീയാണോ കാശ് കൊടുക്കാൻ പറഞ്ഞേ? ഞാൻ കാപ്പ് കുടിക്കാൻ പറഞ്ഞു വിട്ടെന്നെ. ആ പാവപ്പെട്ട ആ കൊച്ചിനെ കൈ പിടിച്ച് അയ്യോ വിളിച്ചോടെ പോണേ. എന്താണ് നീ എന്താ മെസ്സേജ് ചെയ്ത്? എന്താ പറ്റിയത്? ഒരു പ്രാവശ്യം നീ മനസ്സിലായില്ല എന്താ സംഭവം? നീ ചേട്ടാ ഞാൻ പറയാം. എനിക്ക് കോള് വന്നിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളൊക്കെ ആഹാരം കഴിക്കാൻ പോയെന്നൊന്നും ഞാൻ അറിഞ്ഞൊന്നുമില്ല. ഇവിടെ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എന്തോ ഇവിടെ ഒരു ഹിന്ദിക്കാരി കൊച്ചിന്റെ കയ്യിലാണ്ട് അവൻ കയറി പിടിച്ചെന്ന് പറഞ്ഞു. എവനെ വിശ്വസിച്ചല്ലേ ഞാൻ ഈ പണി ഏൽപ്പിച്ചത്, എന്റെ ഭർത്താവ് പണി ഏൽപ്പിച്ചത്. നിങ്ങൾ എല്ലാരും ഇവിടെ ജോലിക്കാരാണ്. എന്നിട്ട് ഈ നിങ്ങളെല്ലാരും പറഞ്ഞു വിട്ട് ഈ കൊച്ചിനെ കൊണ്ട് ചാന്ത അടക്കം എടുപ്പിച്ചിട്ട് അവൻ കൈ കയറി പിടിക്കുക അങ്ങോട്ട് ഇതായി. ഇന്ന് രാവിലെ മറ്റേ രാജേന്ദ്രന്റെ സൈറ്റിൽ നിന്ന് കൊണ്ടുവന്നല്ലേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ഉടനെ ഇതിനായിട്ട് അങ്ങ് പഠിച്ചത് എന്തോന്ന് മേശരി ഇത് മാനം കെടുത്താനായിട്ട്. നിങ്ങൾക്ക് എവന്റെ കൂടെയാണോ പണിക്ക്? ഇവക്കുള്ള പാഴ്സല് വാങ്ങിച്ചോണ്ടാണ് വന്നത്. പാഴ്സല് ആ കൊണ്ടുവന്ന് ചായയല്ല പാഴ്സൽ കൊണ്ടുവന്ന. എന്താ സംഭവം പിടിച്ചു. ഇത് ഭയങ്കര മോശമായി. അല്ല അണ്ണ അതിന് വേറെ ഒരു കാര്യം അറിയാം. ഞങ്ങൾ വന്നപ്പോ ആ കൊച്ചിന് കാശ് കൊടുത്തേക്കുന്നു പിടിച്ചതിന്. എടാ പരമ നാറി മേസരി എന്ന് വിളിച്ച വാങ്ങണ്ട അടിച്ച് കയറി തരും. ഒന്നാമത് നിന്റെ ഇവിടുത്തെ പണി എനിക്ക് വേണ്ടടേ. ഇങ്ങനെ നീ അങ്ങനെ നമ്മളെ എന്റെ മാമന്റെ മോളെ ഞാൻ ഇവിടെ ആക്കിയത്. നീ അവിടുത്തെ വല്ലതാണ് ചെയ്തിരുന്നത് നിന്നെ വെട്ടി പിടിത്താണ് ഞാൻ. എനിക്കറിയാം അവന് വന്നപ്പോഴേ ചോദിച്ചു ഈ കൊച്ചു കരഞ്ഞോണ്ടെങ്കിൽ വെളി ഓടി. ഞാൻ അവിടെ വിളയുന്നു. ഞാൻ അവിടെ നിന്ന് കയറി വന്നപ്പം ഇവരൊക്കെ ഇവിടെ കണ്ടോണ്ട് ജയമൻ എപ്പോഴും ചോദിച്ചത്. ഇപ്പൊ ഈ പ്രശ്നം നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത്? എന്നെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് എന്തെന്ന് പറഞ്ഞു? കയറി പിടിച്ചെന്ന് പറഞ്ഞാ? അല്ല 3000 അടുത്ത് ഇതിന്റെ ഒരു ടൂളുണ്ട് അത് കൊടുത്തോണ്ട് വരാൻ പറഞ്ഞു. അവന്റെ ടൂള് കയ്യാ അവന്റെ ടൂള് ആ പെൺകുട്ടിയുടെ കൈ കയറി പിടിച്ചിട്ട് കാശ് കൊടുത്തു. ടൂള് കൊണ്ടുവന്നാ ആ ടൂളെടുത്ത് മണ്ട അങ്ങ് പുറന്നേരാ. അതാണ് നല്ലത്. ഇവന്റെ ഒക്കെ മണ്ട പുറക്കണം, ഇവനൊക്കെ ചാവണം. ഇങ്ങനെയുള്ള രീതിയിൽ പാവപ്പെട്ട പെൺകുട്ടി മേസരി നിങ്ങൾ എന്റെ മാമന്റെ മോളത്തും കൂടെ വരാൻ പറഞ്ഞാ നിങ്ങൾ ഏതർത്ഥത്തിൽ പറഞ്ഞത്? ഇന്നത്തോളം നിങ്ങളെ സൈറ്റിലുള്ള പണി ഞാൻ ഇവിടെ നിർത്തിയേട്ടാ. പമ്മി നിൽക്കുന്നുണ്ടോ കള്ളന്മാരെ കണക്ക് ചവിട്ടി കാറ്റാണ്ടല്ലോ. ഞാൻ ഇവന്റെ പറഞ്ഞത് ഈ ഇവിടെ ഉള്ള എന്തെങ്കിലും പറഞ്ഞു ഈ അന്യ സംസ്ഥാനമുള്ള കുട്ടികളെ കയറി പിടിച്ച ക്യാസ് എവിടെ പോകും? ഞാൻ അകത്തെ തന്നെ നീ സൗകര്യം ഞാൻ ഒരു കേസ് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് പോരുത് കേട്ടാ. ഇന്ന് ബാക്കിയുള്ള കേസ് ഏതാ പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് നീ പോയി ആനം കിടത്ത് നിങ്ങൾ നമ്മളെയും കൂടെ ഞാനായിട്ടല്ലേ ഈ കൊട്ടേഷൻ പിടിച്ചു തന്നത്. നിങ്ങൾക്ക് അല്പം അവന്യെന്നാണ് സാധനം. ഒരു പ്രാവശ്യം പിടിച്ചു. ഒരു പ്രാവശ്യം പിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അച്ഛൻ പൈസ കൊടുത്തു ഒതുക്കാണ്. അച്ഛേ നിങ്ങളുടെ സഹോദരിക്കാണ് ഈ സംഭവം വന്നതിന് നിങ്ങൾ ഇതുപോലെ പൈസ കൊടുത്തു ഒതുക്കോ? നിങ്ങളെ സഹോദരിക്കാണ് ഇങ്ങനെ ഒരു സംഭവം വന്നെങ്കിൽ നിങ്ങളിപ്പോ എൻ്റെ അടുത്ത് പറയരുതായിരുന്നു കേട്ടോ. വളരെ മോശമായിപ്പോയി. മാമന്റെ അടുത്ത് തന്നെ ഇത് പറഞ്ഞത് ഒരുമാതിരി തേപ്പായിപ്പോയി. ഈ സംസാരിച്ച് റെഡിയാക്കി കേട്ടാ. മാനം കെട്ട ഇടപാടാ. പൈസ കൊടുത്ത് ക്ലിയർ ചെയ്താൽ മതിടാ. അല്ലെങ്കിൽ നമുക്ക് അവരെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാം. അവരെ നമുക്ക് ഒരു റൂം അവിടെ വെറുതെ കിടക്കില്ലേ? ഇവരെ കൊണ്ട് അവിടെ താമസിപ്പിക്കാം. വേറെ എന്തെങ്കിലും ചെയ്ത് പോരാൻ പറ്റുമെന്ന് നോക്കല്ലേട്ടാ. പൈസ കൊടുക്കാടാ. അല്ലാതെ എന്ത് ചെയ്യും നമ്മള്? അവര് പൈസ വാങ്ങിക്കണില്ലല്ലേ? പൈസ അച്ഛ കൊടുത്താൽ മതി. പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്നു. അച്ഛ പൈസ കൊടുത്താൽ മതി. ഒന്ന് കൊടുത്തു നോക്ക്. എന്തിനൊക്കെ പോണ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമൊന്നുമല്ല. എന്തിനും ഞാനെടുത്ത് പറയും. ഇപ്പൊ എന്തിനും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ചെയ്തെങ്കിൽ അങ്ങ് സോൾവ് ചെയ്താൽ പോലെ. അച്ഛ പറഞ്ഞ് സോൾവ് ചെയ്താൽ മതി. കുഴപ്പമില്ല. ഈ കൊച്ചിന്റെ അടുത്ത് രാവിലെ നീ എന്തോന്ന് പറഞ്ഞത്? നീ പിടിക്കാതല്ല എന്തേലും മലയാളത്തിലൊക്കെ എന്തോന്ന് ഭാഷയാണ് സംസാരിച്ചത്? നിന്റെ അടുത്താണ് ചോദിക്കുന്നത്. നീ എന്തോന്ന് ഭാഷ ഈ കൊച്ചിന്റെ അടുത്ത് സംസാരിച്ചത്? എന്നിട്ട് നീ എന്തോന്ന് അവളെയും ഭാര്യയാക്കാന്ന് പറഞ്ഞ? നിനക്ക് എന്താടാ? നിനക്ക് എന്തിനു കൃമി അടിയാടാ? നിന്റെ അടുത്താണ് ചോദിച്ചത് എന്താണ് പ്രശ്നമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു. നിനക്ക് എന്താ തോന്നടാ? അത് പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞു. ഒരു പ്രാവശ്യം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒരു പ്രാവശ്യം. നിനക്ക് എന്താ ചോയ്സ് തന്നേക്കുന്ന ഒരു പ്രാവശ്യം പറയാനായിട്ട്? ബദ്മാഷ്. ഇങ്ങനെയൊക്കെ എനിക്ക് വയ്യ. നല്ല പെണ്ണുങ്ങളെ വായിരിക്കണേ വെളുത്തിട്ട്. ചേച്ചി പ്ലീസ് ഹെൽപ്പ്. ഹസ്ബൻഡ്
അവർ സംസാരിക്കും. അവനെ അടിക്കാനൊന്നുമല്ല, നിങ്ങൾ കാര്യം സംസാരിക്കും. ആ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ സംസ്ഥാനത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഈ അന്യ പുരുഷന്മാരെ ദേഹത്ത് കയറി പിടിച്ച പിന്നെ ശരീരത്തിൽ തൊട്ട പിന്നെ ആ ഭർത്താക്കന്മാർ സ്വീകരിക്കൂല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നീ വാ, നിന്നോട് സംസാരിക്കണം. നിന്നെ അടിക്കാൻ കൊല്ലാനല്ലേ, വാ അവർ സംസാരിക്കട്ടെ എന്തിനാന്നുള്ള കാര്യം പറഞ്ഞ് തീരുമാനിക്കും. प्लीज हेल्प मी हस्बैंड आएगा तो प्रॉब्लम आएगा मे भी आएगा आपका होम आएगा വീട്ടിലെ കൊണ്ടുപോയി നാട്ടുകാരെ കാരണം എനിക്ക് അറിഞ്ഞോളി मे भी आएगा वहाँ आएगा ഞാൻ പൈസ തരാം. हाँ पैसे नहीं चाहिए ചേച്ചി ഞാൻ ഇപ്പൊ എന്താ ചെയ്യ, എന്നെ എന്താ പറയണ്ടേ? ഞാൻ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകത്ത് നടക്കൂല. നാണക്കേടുള്ള വിഷയം. ഇപ്പൊ എന്താ തീരുമാനിച്ചേ? घर ले जाएंगे വീട്ടിൽ കൊണ്ടുപോവാ, എന്റെ കൂടെ വീട്ടിൽ വരണം. അത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞില്ലേ കാണത്തിനോട്. അവിടെ ഉള്ള സ്ത്രീകളുടെ ദേഹത്ത് അന്യ സംസ്ഥാനത്തുള്ളവരുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അവർ ഭർത്താക്കന്മാരെ സ്വീകരിക്കൂല. പിന്നെ ആ കൊച്ചെന്ത് ചെയ്യണം ഇനി? ഇതിനാണ് അവന്റെ സംസാരിക്കണം. അപ്പൊ അവൻ സമ്മതിക്കുന്നില്ല. വീട്ടിലൊന്നും കൊണ്ടുപോക്ക് നടക്കൂല. പിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പിന്നെ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചു വെച്ചേക്കുന്നത്? പറ. ഞാൻ ആരെങ്കിലും വിളിച്ചു അവരെ വീട്ടിൽ കൊണ്ടുപോകുന്ന ഇല്ല. ആരെങ്കിലും ചേട്ടനെ അച്ഛനെ വിളിച്ചിട്ട് എന്തെങ്കിലും. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഇത് വിളിച്ചു കഴിഞ്ഞാൽ പോലീസിനോട് വിളിക്കണമെങ്കിൽ കേട്ടോ വേണം. ഇവിടെ പോലീസിനെ ഒന്നും കയറ്റി ഒന്നും വേണ്ട. ഇത് അവര് സമ്മതിക്കില്ല. അവരെ വീട്ടിനകത്ത് പോലീസ് കയറാൻ പറ്റില്ലെന്ന് പറയണേ. ഭർത്താവ് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. ജോലിക്ക് പോകുമ്പോൾ ഭർത്താവിനോട് കൊണ്ടുപോകണം. ഭർത്താവിനെ ഒഴിവാക്കി നിർത്തിയപ്പോഴേ എനിക്ക് സംശയം തോന്നി. എങ്കിൽ പിന്നെ കൂടെ പൊയ്ക്കൂടായിരുന്ന പൊക്കൂടായിരുന്നു ആ ജോലിക്ക്. अकेला ഒറ്റ ആരൊറ്റി? നിന്നെ ആരൊറ്റി എന്നാണ് ഞാൻ ചോദിക്കണത്. ഒറ്റയ്ക്കാ? ഭർത്താവ് പറഞ്ഞ അവൻ മുറി 2 വെട്ട് 2. അവ ഒരു വല്ലാത്ത സ്വഭാവമാണ്. അവര് വല്ലാത്ത സ്വഭാവമാണ്. ഇവരെ കൊല്ലും. യവനെ വല്ലം ചെയ്താ? ചേട്ടാ എന്താ ചെയ്യുന്നത്? എനിക്കൊന്നും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അത് സഹോദരി പറ. സഹോദരിക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം പറയും. ഇവനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം അവനെ ഇവിടെ വിട്ടു കഴിഞ്ഞാൽ അവൻ വന്നാൽ വെട്ടും. ഇപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ സത്യാവസ്ഥ പറ. വീട്ടിലെ എന്റെ അച്ഛനെ ചേട്ടനെ എങ്ങനെ വിളിച്ചിട്ട് ശരി, അച്ഛൻ നിങ്ങളുടെ വീട്ടിലെ അച്ഛനും ചേട്ടനും കൂടെ വന്ന് എവിടെ വിളിച്ചോണ്ട് പോവാന്ന് അവൻ പറഞ്ഞ അവൻ എന്ത് ചെയ്യും? നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യും? അങ്ങനെയൊന്നും പറയൂല. ആര്? അവൻ പറയും. അവല്ലേ ഇപ്പൊ പറഞ്ഞത്. നീ പറയടേ എന്താണ്? അവരവിടെ കൊണ്ടുപോകും. കണ്ട എന്നിട്ട് എന്താ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പോണു നീ? രണ്ടുപേരും വീട്ടിൽ താമസിക്കും. നീ എന്തിനൊക്കെ പറയണേ ഇത്? നിനക്ക് അല്പം ഇറങ്ങി ഇതിന് തീരുമാനമാക്ക്. ഇതിന് തീരുമാനം ഇനി വേണമെങ്കിൽ എവിടെ മുന്നേ അച്ഛനും കയറി പിടിക്കും. ഇതിന് തീരുമാനമാക്കിയോ? വീട്ടിൽ കൊണ്ടുപോയി അവരെ കുഴപ്പമില്ല, നമുക്ക് റൂം ഒഴിഞ്ഞിടക്കില്ല, അവിടെ അവരെ താമസിപ്പിക്കാം. പോവാൻ ചേട്ടാ. ഇതൊക്കെ നാണക്കേടാണ്. ആൾക്കാരൊക്കെ അറിഞ്ഞാ പിന്നെ ഇത് ഇവിടെ വെച്ച് തീർത്തായിട്ട് വീട്ടിൽ പോകണല്ലേ നല്ലത്. പുറത്തറിയണ്ട അവരെ വീട്ടിൽ ഉണ്ടെന്നുള്ള കാര്യം. ഒന്ന് പോയാണ് മണ്ണത്തരങ്ങൾ ഓരോന്ന് വിളിച്ച് പറയാതെ പിന്നെ നമുക്ക് ആ അച്ഛനെ പിന്നെ എന്ത് ചെയ്യാം? പൈസ കൊടുക്കാം അവർക്ക്. അവർക്ക് പൈസ വേണമെന്നല്ലേ പറയണ. എന്നാലും കൊള്ളാച്ചാ രാവിലെ വീട്ടിൽ ഇറങ്ങി വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ. എന്നിട്ട് എന്തിനാ എന്നെ പിന്നെ വിളിച്ച് കണ്ട് വരുത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അച്ഛനെ വിളിക്കണ്ട, അച്ഛനെ ചേട്ടനെ വിളിച്ച് കാര്യം വിളിക്കണ്ടാ. പിന്നെ ഇവരെ വീട്ടിൽ കൊണ്ടുപോയി അവരറിയൂലേ? പൈസ കൊടുത്താൽ മതി. പൈസ അവര് വാങ്ങിക്കണില്ലെന്ന് പറഞ്ഞില്ലേ? അവർക്ക് പൈസ ഒന്നും വേണ്ട. അവര് എന്റെ കൂടെ വീട്ടിൽ വരണം എന്നാണ് പറഞ്ഞത്. കൊണ്ടുപോകാം നമുക്ക് വീട്ടില്. എന്തൊരു പയ്യോന്ന് നീ അവിടെ നില്ലേ? അയ്യോ സൗകര്യം അവിടെ പറ്റൂല. അവിടെ ഇല്ലേ? അവിടെ നിർത്തിയത് ഞാൻ കണ്ടുപിടിക്കും. ഈ സൈറ്റ് മൊത്തം അറിയാം. പൊന്നെ എന്തിനാ ഇങ്ങോട്ടോ അച്ഛോ ഇനിയിപ്പോ എന്തിനാ കേട്ട് സഹോദരി? ഇപ്പൊ എനിക്ക് വയ്യല്ലേ ഇതിപ്പം. എന്തിനു ചെയ്യണം? ശരി, അച്ഛനും ചേട്ടനെ വിളിക്കണ്ട. നീ കൊണ്ട് കറിയില്ല. ഈ കൊച്ചിന്റെ ദേഹത്ത് പിടിച്ചാടേ. പിടിച്ചില്ല സത്യാവസ്ഥ പറയണം. ഒരു പ്രാവശ്യം പിടിക്കും. ശരി, ഇത് ആര് പറഞ്ഞിട്ട് നീ പിടിച്ചത്? ഓമയോട് ടീം പറഞ്ഞിട്ട് പിടിച്ചതന്നെ. ഹരി, ഇതേ കൗമുദി ടിവിയുടെ ഓമൈഗോഡ് എന്ന പ്രോഗ്രാമായിരുന്നു. അവിടെ ഇവിടെയും ക്യാമറ ഉണ്ട്. ബുധനാഴ്ച ആശുപത്രി പോയില്ലേ? അന്ന് അവിടെ അച്ഛനവിടെ ആക്കിയിട്ട് ഞാൻ
കൗമുദി ടിവിയിലാണ് പോയത്. ജോലി നോക്കാൻ പോണെന്നോ? ഓ സർപ്രൈസ് ആയില്ലേ? പേടിച്ചു പേടിച്ചു. അല്ല ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട പരിപാടിയൊന്നും ഇല്ല. ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ലല്ലേ? വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ എന്താ വിചാരിച്ച്? വീട്ടിൽ കൊണ്ടുപോയാൽ നാണക്കേടല്ലേ? നാണക്കേടല്ല, ഞാൻ അവനെ വെട്ടോന്നല്ല. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, ഡീപോൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.